പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തൊണ്ടനമ്പരവും ജലദോഷവും നമ്മളെ മിക്കവാറും ബാധിക്കുന്ന രോഗങ്ങളാണ്. അതെങ്ങനെ അധികം മരുന്നിൻ്റെ ഉപയോഗമില്ലാതെ നമുക്ക് സുഖപ്പെടുത്താം എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ജലദോഷം ഒരു പകർച്ചവ്യാധിയാണെന്ന് പറയാമല്ലോ. പല കാരണങ്ങളാൽ ജലദോഷം വരാം. അത് മിക്കവാറും തൊണ്ടനമ്പരം ആരംഭിച്ചതിന് ശേഷമായി ജലദോഷം ഉണ്ടാകുന്നത് പലർക്കും. അപ്പം ജലദോഷത്തിൻ്റെ കാര്യം ആദ്യമേ തന്നെ പറയാം. ജലദോഷം വരുമ്പോൾ നമുക്കത് 2 ദിവസം സാറി നിൽക്കും. സാധാരണ ഇതിൽ നമ്മൾ ഉടനെ എന്തെങ്കിലും പാരസെറ്റമോൾ, സെട്രിസിനൊക്കെ മേടിച്ച് കഴിച്ചാണ് അതിനെ നമ്മൾ ശാന്തമാക്കാൻ നോക്കുന്നത്. എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നു, ഈ ജലദോഷം മരുന്ന് വരട്ടെ എന്ന് വെക്കുക. ഇത് കേൾക്കാൻ നിങ്ങൾക്ക് ഒരു ധൈര്യവും വിശ്വാസവും ഉണ്ടെങ്കിൽ നിങ്ങളിത് പരീക്ഷിച്ച് നോക്കുക. ജലദോഷം വരുമ്പോൾ നമുക്ക് മൂക്ക് ചീറ്റണം. അത് 2 ദിവസം ഒരു കർച്ചീഫൊക്കെ നമ്മുടെ കൈ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അതിനെ തരണം ചെയ്യാൻ നോക്കണം. ഈ മൂക്കിൽ കൂടി വരുന്ന വെള്ളം അത് ഗുളിക കഴിച്ചാൽ ജലദോഷം നിൽക്കും. എന്നാൽ അത് അങ്ങനെ പിടിച്ചു നിർത്താൻ നോക്കിയാൽ പിന്നെ ബാക്കി ഉള്ള ഗുളികയും ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിക്കേണ്ടി വരും. അതുകൊണ്ട് ജലദോഷം 2 ദിവസം മരുന്ന് വന്നോട്ടെ നോക്കുക. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെന്ന് പരീക്ഷിച്ച് നോക്കുക. 2 ദിവസം മൂക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കുറേ ശാന്തമാവും. പിന്നെ അതിന് ഒരു ചെറിയ മരുന്ന് കഴിക്കാമെന്ന് വെച്ചാൽ ആവി പിടിക്കുന്ന നല്ലതാണ്. ഈ ആവി പിടിക്കുന്ന മെഷീൻ കണ്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഒരു തുള്ളി മരുന്ന് മേടിക്കാൻ കണ്ടു മെഡിക്കൽ. പിന്നെ ആ തുള്ളി മരുന്നുകൾ ഒഴിച്ചിട്ട് ആവി പിടിക്കുകയാണെങ്കിൽ അത് നമുക്ക് മുഖത്തിൽ ജലദോഷം ശാന്തമായ എളുപ്പമുണ്ട്. അപ്പോൾ അതിപ്പോൾ ഒരു എക്സ്റ്റേണൽ മരുന്ന് കൂട്ടിയാൽ മതിയല്ലോ, ഗുളികയുടെ ഉപയോഗം അതിൻ്റെ ഇതില്ല. അപ്പോൾ ദിവസം രാവിലെ 1-2 പ്രാവശ്യം ചെയ്യുക, വൈകുന്നേരം പറ്റിക്ക് 1 പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അങ്ങനെ 2-3 ദിവസം ചെയ്യുകയാണെങ്കിൽ ആ ജലദോഷം നിൽക്കും. അങ്ങനെ അത് ശാന്തമാവും. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ തൊണ്ടനമ്പരത്തിൻ്റെ കാര്യം. തൊണ്ടനമ്പരം വരുന്നത് ഇതുപോലെ എന്തെങ്കിലും എണ്ണപ്പലഹാരം കഴിക്കുമ്പോൾ പലർക്കും തൊണ്ടനമ്പരം വരാറുണ്ട്. പിന്നെ ഗ്യാസിൻ്റെ അസുഖം, വായുസമ്പന്നം വരുമ്പോൾ തൊണ്ടനമ്പരം വരാറുണ്ട്. അതിനോടനുബന്ധിച്ചാണ് ജലദോഷം ഉണ്ടാകുന്നത്. തൊണ്ടനമ്പരം വരുമ്പോൾ ചെയ്യാവുന്ന എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഉപ്പുവെള്ളം വായിക്കുള്ളത് നല്ലതാണ്. അതുപോലെ ഉപ്പുവെള്ളം കുറേ എടുത്തിട്ട് നമ്മുടെ തള്ളവിരൽ ആ ഉപ്പുവെള്ളത്തിൽ മുക്കിയിട്ട് തൊണ്ടയുടെ മുകൾ ഭാഗത്ത് മാസേജ് ചെയ്താൽ മതി. മാസേജ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ നീർക്കെട്ടാണ്. ആ നീർക്കെട്ട് എത്രയും വേഗം മാറി നമുക്ക് ഒത്തിരി ആശ്വാസം കിട്ടും. പിന്നെ ഉപ്പുവെള്ളം ഗാർഗിൾ ചെയ്യുന്നതും വളരെ നല്ലതാണ്. എല്ലാവരും പരീക്ഷിച്ച് നോക്കുക.